റിട്ടയർഡ് മേജർ ഈ ദൗത്യത്തിനൊക്കെ നേതൃത്വം നൽകിയ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകിയ ശ്രീ ഇന്ദ്രബാലൻ നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ ഇന്ദ്രബാലൻ, യന്ത്രസഹായമില്ലാതെ അവിടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നതാണ് അവിടുത്തെ ജനപ്രതിനിധികളും തിരച്ചിലിന് നേതൃത്വം നൽകിയ ആളുകളും ഒക്കെ പറയുന്നത്. അങ്ങും നേരത്തെ കാര്യം പരസ്യമായി സൂചിപ്പിച്ചതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയും? ഡ്രഡ്ജർ എന്ന സാധ്യതയിലേക്കാണോ? ഡ്രഡ്ജറിന്റെ പ്ലാന് ഒരു വയബിൾ പ്ലാനാണ്, പക്ഷെ അതൊരു ഈസിലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പ്ലാനാണ്. കാരണം നമ്മുടെ ഡ്രഡ്ജർ കൊണ്ടുവന്നല്ല, വെറും ഡ്രഡ്ജർ മണ്ണ് മാറ്റി മണ്ണിനെ ഇവിടെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഡ്രഡ്ജറിന്റെ ഇതുവരെ വന്നിട്ട് കുറെ മണ്ണ് ഒരു സൈഡിൽ എടുക്കേണ്ടി വരും. ആ മണ്ണിനെ എടുത്തിട്ട് അവിടെ ഉള്ള മൺകുഴി അതിന്റെ മേലെ മണ്ണിട്ടിട്ട് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് CP4 അടുത്ത് കൊണ്ടുപോയാൽ എന്താവും, അവിടെ ഈ CP4 പ്രൊട്ടക്ഷൻ കിട്ടും. അതിനെ പറയാൻ നമ്മുടെ പ്രൊട്ടക്റ്റീവ് വർക്ക്സ് എന്നെ പറയും റെയിൽവേ ട്രെയിനിങ് വർക്ക്സിലൊക്കെ. ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ അവിടെ കുറച്ചുകൂടി അതിന് നീളത്തിന്റെ സൈഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ CP4 അവിടെ ഓൾമോസ്റ്റ് സ്റ്റിൽ വാട്ടർ പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കറണ്ട് ഒരുപാട് കുറയും, കാരണം വെള്ളം ഇങ്ങനെ സ്പീഡ് വിട്ട് സൈഡിൽ പോകും. അപ്പോൾ അവിടെ ഡൈവ് ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും. തിയോറിറ്റിക്കലി ഇത് പോസിബിൾ ആണ് ഡെഫിനറ്റ്ലി, പക്ഷെ ഇത് ചെയ്യാനായിട്ട് കുറച്ച് ടൈമുണ്ട്. അപ്പോ അതിന് ഡ്രഡ്ജർ കൊണ്ടുവന്ന് നല്ല ഡ്രഡ്ജർ അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യണമെങ്കിൽ സക്സസ് ആവും. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ടൈം കൺസ്യൂമിങ് ഓപ്പറേഷൻ. ഒരു മിനിമം എന്റെ അനുമാനത്തില് അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 days വേണ്ടി വരും ഇതിനെ അച്ചീവ് ചെയ്യാൻ. ഈ ഡ്രഡ്ജർ അടക്കം എത്തിക്കുന്നതിൽ നമുക്ക് കാലതാമസം നേരിട്ടോ, അതോ നമ്മൾ നേരത്തെയുള്ള പ്ലാനിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോവുകയാണോ? എനിക്ക് അല്ല, ഞാൻ അവിടെ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ശരിക്കും. ഐ ഹാവ് നോട്ട് ബീൻ ഇൻ ടച്ച്. കാരണം ഞാൻ ഇവിടെ ഡൽഹിയിൽ കുറെ മീറ്റിംഗ്സ് ബിസി ആയിരുന്നു. അവരെന്താ പ്ലാൻ എനിക്ക് റിപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അവർ ഡ്രഡ്ജർ എടുക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ അഡ്വൈസ്. പക്ഷെ ഡ്രഡ്ജറിനെക്കാട്ടും ഫാസ്റ്റർ ഓപ്ഷൻ ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. ഐ പുട്ട് ഇറ്റ് ഇൻ മൈ ട്വീറ്റ് ഓൾസോ. 2 ഓപ്ഷൻ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സേഫറും ആൻഡ് ഫാസ്റ്റർ ഓപ്ഷനുമാണ്. ആ ഓപ്ഷൻ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർക്ക് മുന്നിൽ, സർക്കാരിന് മുന്നിൽ അങ്ങ് നേരത്തെ തന്നെ അവതരിപ്പിച്ചതാണോ? അക്കാര്യത്തിൽ ഒരു പോസിറ്റീവായ ഒരു നിലപാടുണ്ടോ? അല്ല, ഞാൻ ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ദാറ്റ് വാസ് നോട്ട് മൈ മാൻഡേറ്റ് ആയിരുന്നില്ല. നമ്മളെ വിളിച്ചത് അവിടെ ഡിറ്റക്ഷൻ ചെയ്യാനായിട്ടാണ്. അവിടെ തന്നെ ട്രക്ക് ആവാൻ സാധ്യത, അതിനാണ് നമ്മളെ വിളിച്ചത്. അത് നമ്മൾ ചെയ്തു. പിന്നെ ഞാൻ അവിടെ എനിക്ക് കാർഗിലെ കാര്യം തിരിച്ചു വരേണ്ടി വരുന്നു. ഐ എം ഹിയർ. അപ്പോൾ ഒരു പേഴ്സണൽ ലെവലിൽ നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെയാണ് ചുമതല എന്താ ചെയ്യേണ്ടത്. അപ്പൊ അവര് ചെയ്യുമ്പോൾ നമ്മൾ സഹായിക്കാൻ ഒരു അഡ്വൈസ് മാത്രമേ പേഴ്സണൽ ലെവലിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടത് ശരിക്ക് അത് സിവിൽ അഡ്മിനിസ്ട്രേഷന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് പോസിബിലിറ്റീസ് ഉണ്ട് അത് ഡെഫിനറ്റ്ലി ഐ കൻ ഷെയർ. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഈശ്വര മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. ഇപ്പോൾ പ്രാദേശികമായ ഒരു സഹായം എന്ന നിലയിൽ അവിടുത്തെ ജലാശയങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ, ഒരു ടീം എന്ന നിലയിലാണല്ലോ ഈശ്വര മാൽപ്പയുടെ സേവനം, അവരുടെ സംഘത്തിൻ്റെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ വലിയ ഒഴുക്കാണ്. ഈ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ മണ്ണുണ്ട്, പാറയുണ്ട്, മരക്കൂട്ടങ്ങളുണ്ട്, മറ്റ് കെട്ടിടാവശിഷ്ടങ്ങളുണ്ട്, മെറ്റൽസ് ഉണ്ട്, ഇങ്ങനെ പലതുമുണ്ട് എന്നാണ് 1-2 ശ്രമത്തിൽ നിന്ന് മനസ്സിലായത് എന്നതാണ് ഇന്ന് ഈശ്വര മാൽപ്പ ഇന്നലെയും ഇന്നുമായി പറഞ്ഞത്. മനുഷ്യസാധ്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു സ്ഥിതി ഇനി അവശേഷിക്കുന്നുണ്ടോ? ഈ മാൽപ്പേ സംഘം പിൻവാങ്ങിയത് ഈ വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ച് അല്പം വിഷമമുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ മാൽപ്പയെ പോലെ അങ്ങനെ ഒരു സംഘത്തിന് മനുഷ്യസാധ്യമായി ഇറങ്ങി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടിനി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, മനുഷ്യരെ അവിടെ ഇറക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ. നല്ല ഐഡിയ അല്ല. അവിടെ ഈശ്വർ മാൽപ്പെ വന്നു, അവര് കുറച്ച് പ്രയത്നം ചെയ്തു. വി അപ്രീഷിയേറ്റ് അവരുടെ റിസ്ക് എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും വേണ്ടി നമ്മുടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ സർവീസ് ഓഫർ ചെയ്തു. റിയലി സംതിങ് കമൻഡബിൾ. പക്ഷേ ആസ് മെച്യൂർ പീപ്പിൾസ് നമ്മൾ നോക്കണം, അവര് ആരെങ്കിലും അവരുടെ ലൈഫ് റിസ്ക് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കണോ? ഇത് എ ബിഗ് ക്വസ്റ്റ്യൻ. അവിടെയാണ് മെച്യൂരിറ്റി എന്ന് പറയും. കാരണം ഈ ലൈഫിനെ റിസ്ക് എടുത്തിട്ട് ഒന്നും കിട്ടാൻ പോവാന്ന് സ്ഥിതിക്ക് ഒരാൾ ഇറക്കിയിട്ട് എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ചുമതല ആരെടുക്കും? അവരുടെ ഫാമിലി നമ്മളോട് ചോദിക്കുമ്പോൾ എന്തിനാ അവരെ ഇറക്കിയേ, എന്തിനാ പെർമിഷൻ കൊടുത്ത്? അവരുടെ മകനോ വൈഫോ മകളോ അമ്മയോ ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആൻസർ ഇല്ല, എന്തിനാ ഇറക്കിയത്? അപ്പോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്. കാരണം അവിടെ ആ സിറ്റുവേഷൻ ഇല്ല. ഒരു മനുഷ്യനെ റിസ്ക് എടുത്ത് താഴെ എടുക്കാനായിട്ട് ഇപ്പൊ ആ സിറ്റുവേഷൻ ഇല്ലല്ലോ.
നമുക്ക് എന്താ നമ്മുടെ പ്രധാനമായിട്ട് വി ഹാവ് ടു ഗെറ്റ് അർജുനൻ ഔട്ട്. വി ഹാവ് ടു മേക്ക് ഷുവർ അർജുനൻ ശരീരം ഇറ്റ് റീച്ചസ് നമ്മുടെ അർജുനന്റെ ഫാമിലിക്ക് കൊണ്ടുപോകണം, ഡെഫിനറ്റായി കൊണ്ടുപോകണം. നമുക്ക് എല്ലാവർക്കും കാണണം, ഇത്ര നാളായിട്ട് നമ്മളെ കാത്തിരിക്കണം. അതിന് ഈ വേറൊരു മനുഷ്യനെ റെസ്പെക്ട് ഇട്ട് ചെയ്യുന്നതല്ല. ഇറ്റ്സ് നോട്ട് വൈസ് ഓപ്ഷൻ. ഇറ്റ്സ് an option but not a wise option. Wise options is basically you make use of engineering, technology and innovation. ഇത് മൂന്ന് ഉപയോഗിച്ചിട്ട് we can come to a result. അതിന് we have അതിന് കറക്റ്റായ അറിവുള്ള ആൾക്കാർ കൂടെ എന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിന് ഡെലിവറി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ സക്സസ് കിട്ടാൻ ഫുൾ സാധ്യത. അതായത് ഒരു മനുഷ്യജീവൻ കൂടി അവിടെ പൊലിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ രക്ഷാദൗത്യത്തിന്റെ പേരിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാടാണ്. വൈകാരികമായ തലത്തിൽ ഈ ദൗത്യത്തെ കാണുന്നതിനപ്പുറത്ത് അങ്ങ് പറഞ്ഞ കൃത്യമായൊരു നിലപാടാണ്. ആ ഒരു അർത്ഥത്തിൽ മാൽപ്പേ സംഘത്തിന്റെ പിന്മാറ്റം ഉണ്ടായതും അങ്ങനെയാണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ അവിടുത്തെ നേവിയും മറ്റ് സംഘാംഗങ്ങളും മുങ്ങൽ വിദഗ്ധരടക്കം ഈ ഒഴുക്കിൽ ഇറങ്ങാൻ തയ്യാറാകുന്നുമില്ല. അപ്പോൾ അവരിനി ഇറങ്ങിയിട്ടും കാര്യമില്ല, അങ്ങനെ റിസ്ക് എടുക്കേണ്ട സാഹചര്യവും ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പോഴിനി സ്വാഭാവികമായും തൽക്കാലത്തേക്ക് നിർത്തിയ ദൗത്യം ഇനി എത്ര ദിവസം കൊണ്ട് പുനരാരംഭിക്കാൻ കഴിയും? ഒരാഴ്ച കൊണ്ട് വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുമോ? അതോ നാളെ തന്നെ അടിയന്തരമായി ഏതെങ്കിലും തരത്തിൽ ഇത് പുനരാരംഭിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ച് അങ്ങയുടെ ഒരു വിദഗ്ധ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നത് മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ പെയ്യത്തോടം അവിടുത്തെ അഴുക്ക് കൂടുകയിട്ടു. കാരണം മഴ അവിടെ ഫുൾ ഗാഡ്സില് മഴ വീണിട്ട് മഴ നിന്നാലും 2 ദിവസം വരെ ആ വീണ മഴയുടെ വെള്ളം ഇതിൽ വന്നുകൊണ്ടിരിക്കും. മഴ നിന്ന ശേഷം 2 ദിവസം അതിന്റെ ഫ്ലോ കൂടും. പിന്നെ 8 ദിവസം 10 ദിവസം മഴ ഇല്ലെങ്കിൽ കുറയാൻ. അതാണ് അതിന്റെ നാച്ചുറൽ ഫ്ലോ. ഇതൊക്കെ ജിയോളജിസ്റ്റിനെ അറിയുന്ന അബ്സല്യൂട്ട് സിമ്പിൾ ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ആണ്, ഫിനോമിനൻസ് ആണ്. സോ ഈ അവിടുന്ന് ഈ വെള്ളം കുറഞ്ഞ 2 നോട്ട്സ് 3 നോട്ട്സ് ഏതെങ്കിലും ഡ്രൈവറിനെ പോയിട്ട് ഹുക്ക് പിടിച്ചിട്ട് ഈ ട്രക്കിനെ പുള്ളി ചെയ്യണമെങ്കിൽ ആ റൂട്ട് നമ്മൾ എടുക്കണമെങ്കിലും we need to have ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ഇറ്റ് ഹാസ് ടു കം ബിലോ 3 knots. അത് 3 knots ആയിട്ട് മിനിമം 10 days മഴ ഇല്ലാത്ത വേണം. അപ്പോഴേ അത് കുറഞ്ഞ് 3 knots വരുള്ളൂ. അതുവരെ മനുഷ്യനെ ഉപയോഗിച്ചിട്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡ്രഡ്ജർ ഞാൻ പറഞ്ഞ പോലെ 2 ഐറ്റംസ് ഉണ്ട്. അതിന് 6 knots 7 knots കറണ്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ജാങ്കർ പറഞ്ഞിട്ട് ഒരു ഫെറി ഉണ്ട്. കൊച്ചി തന്നെ നന്നായി ഫെറി ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് 6 knots 7 knots കറണ്ട് എടുക്കാൻ പറ്റും. അതിന് 40 tons ഉണ്ട്, 80 tons ലോഡ് എടുക്കാൻ പറ്റും. അതിൽ നമ്മൾ 2 വലിയ ക്രെയിൻ ലോഡ് ചെയ്തിട്ട് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ ആ 2 ക്രെയിനിന് താഴെ പോയിട്ട് വിത്തൗട്ട് എനി ഡേഞ്ചർ ടു ഹ്യൂമൻ ലൈഫ് അതിനെ പുറത്തെടുക്കാൻ പറ്റും. പക്ഷെ അതിനും ചാലഞ്ചസ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ 2 ബ്രിഡ്ജസ് ഉണ്ട്. ആ ബ്രിഡ്ജസിന്റെ ക്ലിയറൻസ് ഉണ്ടോ? ടോപ്പ് ക്ലിയറൻസ്, ദാറ്റ് ഇസ് ദി ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ടോപ്പ് ക്ലിയറൻസ് സ്റ്റഡി ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ യു ക്യാൻ ബ്രിങ് ദാറ്റ്. പിന്നെ അതിനെ സ്വന്തം തീരുമാനിച്ചാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈ പോർട്ട് ട്രസ്റ്റിന് അവിടെ കിട്ടുമോ കിട്ടില്ലയോ, ദോസ് ആൻസേഴ്സ് ഐ വിൽ നോട്ട് ഗിവ്. പക്ഷെ ഒരു തീരുമാനം എടുത്താൽ പീപ്പിൾ അഗ്രി ദാറ്റ് വി ക്യാൻ ബ്രിങ് ഇറ്റ്. അപ്പോ അതിനെ ക്ലിയറൻസ് ഇല്ലെങ്കിൽ എങ്ങനെ ക്ലിയറൻസ് ഉണ്ടാക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഫോർ ഇന്നോവേഷൻ. അതാണ് നമ്മൾ ആർമിയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്നോവേറ്റീവ് മെത്തേഡ് ഉണ്ട്. ഒരു ചെയ്യാൻ പറ്റാത്ത സാധ്യത എങ്ങനെ ചെയ്തെടുക്കും അതിനെ പ്ലാനിങ് ചെയ്തിട്ട്. ഫോർ സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ക്ലിയറൻസ് സപ്പോസിങ് ഇറ്റ്സ് ഓൺലി 1/2 meter കൂടുതലാണ് വിചാരിക്കും ഈ ബ്രിഡ്ജിന് താഴെ ക്ലിയറൻസ് ഇതിന്റെ ജാങ്കർ. അപ്പോൾ വരില്ല, തീർച്ചയായിട്ടും വരില്ല. പക്ഷെ വെട്ടാൻ പറ്റും. അങ്ങനെ ജാങ്കറിനെ ലോഡ് ചെയ്താൽ അതിന് ഡ്രാഫ്റ്റ് 1 meter. കുറെ ലോഡ് ചെയ്താൽ കുറച്ചുകൂടെ താഴെ ഇറ്റ് വിൽ ഗോ ഡൗൺ യു വിൽ ഗെറ്റ് മോർ ദാൻ 1 meter ക്ലിയറൻസ്. അപ്പോൾ അങ്ങനെ വി ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻ, ബ്രിങ് ഇറ്റ് ആൻഡ് ഡു ദ ജോബ്. പക്ഷേ ദാറ്റ് ഈസ് വാട്ട്. സോ അതിന് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഡിസിഷൻ എടുത്താൽ കേരള ഗവൺമെന്റ്. ശരി, വ്യക്തമാണ്. അങ്ങ് പറഞ്ഞ കൃത്യമായ നിർദ്ദേശങ്ങളാണ്. മനുഷ്യസാധ്യമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. വീണ്ടും ഇറക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിയുമാണ്. യന്ത്രസഹായത്തോടു കൂടി മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്.